ശബരിമലയിൽ വരുമാനത്തിലും ഭക്തരുടെ എണ്ണത്തിലും വർധനവ് 29 ദിവസത്തിനിടെ 163 കോടിയിലേറെ രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.5 ലക്ഷം ഭക്തരാണ് അധികമായി എത്തിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മണ്ഡലകാലം ആരംഭിച്ച് 29 ദിവസത്തിനുള്ളിലാണ് എല്ലാ തരത്തിലും വർധനമുണ്ടായത്. 22,67,956 പേരാണ് ഇന്നലെ വരെ ദർശനം നടത്തിയത്. മുൻപ് ഇതേ വർഷം ഈ കാലയളവിലെത്തിയതിനേക്കാൾ 4,51,043 തീർത്ഥാടകരാണ് ഈ വർഷം ദർശനത്തിനെത്തിയത്. 22,67,956 പേർ ആണ് ഇന്നലെ വരെ വന്നത്. 163,89,20,204 രൂപയാണ് 29 ദിവസത്തെ ആകെ വരുമാനം. ഇതിൽ 52 കോടി കാണിക്കയായി ലഭിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 22,74,22,481 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഈ വർഷത്തെ 29 ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം 163,89,20,204 എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി 22,76,22,481 കോടി രൂപയുടെ അധിക വരുമാനമാണ്. അരവണ വിൽപ്പനയിലൂടെ മാത്രം 82,67,67,050 രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 65,26,47,320 രൂപയായിരുന്നു. അരവണയുടെ വിറ്റുവരവ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി മാറുന്നത്. അരവണയുടെ വിറ്റുവരവ് 82 കോടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് 17 കോടി രൂപയുടെ അധിക വരുമാനമാണ്. മണ്ഡല സമാപനത്തോടനുബന്ധിച്ച് 22-ന് തങ്കയങ്കി പുറപ്പെടും. 25-ന് വൈകിട്ട് സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി ചാർത്തി വൈകിട്ട് ദീപാരാധന നടക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് മലയാളം, സന്നിധാനം.